Greater things Lord will do. So I am seeing greater things are going to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. When you are in the word, your life will be blessing. നിങ്ങൾ ദൈവവചനത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. Many people does not know how to be blessed. പല ആൾക്കാർക്കും അറിയത്തില്ല എങ്ങനെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് അറിയത്തില്ല. You have to be in the word. What is Ephesians chapter 1 verse 4 is saying? It is saying God has chosen us in him before the foundation of the world. എന്താ അവിടെ പറയുന്നത്? ഒരാൾക്ക് വായിക്കാലോ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. He has chosen us in him before the foundation of the world. Why? To be blameless and without spot. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? യേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു കാഴ്ചപ്പാടുള്ള ആർക്ക്, if anyone has that revelation, that person will be blessed. എത്ര പേർക്ക് മനസ്സിലായി? He has chosen us in him. നമ്മളെ അതിൻ്റെ വാക്ക് നിങ്ങൾ മനസ്സിലായോ? നിങ്ങളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് ചിന്തിക്കേണ്ടത് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക എങ്ങനെയാണ്. ചുമ്മാ നമ്മൾ എവിടെയെങ്കിലും പോയി തിരഞ്ഞെടുത്തിരിക്കുകയല്ല, പിന്നെന്താണ്? അവനിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. We are chosen us in him. അത് നിങ്ങൾ വായിച്ച അപ്പോൾ മനസ്സിലാവും. നാം തൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വായിച്ചോളൂ. വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? നിങ്ങളെ എവിടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ദൈവത്തിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യു ആർ ഇൻ ഗോഡ്. യു ആർ ചോസൺ ഇൻ ഗോഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. That is the difference that you and a non-believer, ഒരു അവിശ്വാസിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസിയെ വെറുതെ സൃഷ്ടിച്ചു. He created man, everyone, but he chose us before the foundation of the earth. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ നമ്മളെ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സോ എവറിത്തിങ് ഈസ് അണ്ടർ അവർ ഫീറ്റ്. സോ വി ക്യാൻ കൺട്രോൾ എവറിത്തിങ്. എല്ലാം നമ്മുടെ കാൽ കീഴിലാണ്. ആ ഒരു ബോധ്യമുള്ള ഒരാൾക്ക് ഈസ് എ കോൺകറർ. വി ആർ കോൺകറേഴ്സ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു വചനമുണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അവസാനം പറയും, നമ്മൾ ക്രിസ്തുവിൽ എല്ലാം പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ്. എവറിത്തിങ് ഈസ് അണ്ടർ അവർ ഫീറ്റ്. സോ യു ആർ എ ന്യൂ പേഴ്സൺ. വെൻ യു കം ടു ദ നോളജ് ദാറ്റ് ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്, യുവർ ലൈഫ് വിൽ ബി ട്രാൻസ്ഫോംഡ്. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. Some people does not know who the heavenly father is. ഈ സ്വർഗത്തിലെ ദൈവം ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. One word is enough to change your life. Psalms 23:1, what it is saying, ഒറ്റ വചനം മതി നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റാൻ. എന്താണ്? സങ്കീർത്തനം 23:1 പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അയാൾക്ക് ഒരിക്കലും ദാരിദ്ര്യം വരത്തില്ല. അയാൾക്കൊന്നിനും മുട്ട് വരത്തില്ല. കാര്യം എന്താണ്? അയാളുടെ ദൈവവും പിതാവും യഹോവയാണ്. ഈ ബോധ്യം ഇല്ലാത്തത് കൊണ്ട് when they are in the trial, they forget this revelation and they will be in trouble. അവർ പ്രതിസന്ധിയിലാവും. Yesterday somebody told, I am waiting.
I told him, you are not waiting, but you are studying. ഇന്നലെ എന്നോട് ആരോ പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യങ്ങളും തടസ്സമായി ഇരിക്കുകയാണ്, ഞാൻ കാത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താ പറഞ്ഞത്? നിങ്ങൾ തടസ്സവും കാപ്പൊന്നുമല്ല, ദൈവം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. God is teaching you. Because why you are sitting here? ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? There are many churches here, but why you are here? Because you are called for the ministry. നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ വിളി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. So God will teach you in every ways. ദൈവം നിങ്ങളെ പല പല രീതികളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. Ministry is not by one day starting the ministry. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. Some people tell me, brother, pastor, when you go, take me also to the meetings. Pastor ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയും. Their parents also take our children also to you where you go. ഞങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നിടത്ത് കൊണ്ടുപോകണമെന്ന് മാതാപിതാക്കളും പറയാറുണ്ട്. അവർ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? They are thinking a person, one who becomes a carpenter will be a helper in the beginning. ഒരു ആശാരി ഒറ്റ ദിവസം കൊണ്ടല്ല ആശാരിയാകുന്നത്, പിന്നെ എങ്ങനെയാണ്? അനേക ദിവസങ്ങൾ കയ്യാളായിട്ട് ഇരുന്നിട്ടാണ് ആശാരിയാകുന്നത്. They are thinking the ministry in that way. ശുശ്രൂഷ അതേപോലെയാണ്, ഈ പാസ്റ്ററിന്റെ കൂടെ നടന്നു കിടന്നാണ് ഇതാവുന്നത്. അങ്ങനെയല്ല. People think that carrying the bag of pastor every day, ironing the shirt, polishing the shoe and washing the car, so when they do that they will become a minister one day. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായ? പാസ്റ്ററിന്റെ ഉടുപ്പ് തേച്ച് കൊടുക്കുക, പാസ്റ്ററിന്റെ ഷൂ പോളിഷ് ചെയ്യുക, പാസ്റ്ററിന്റെ കാർ കഴുകുക. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പാസ്റ്റർ ആകാമെന്നാണ് വിചാരിക്കുന്നത്. In the Bible it is not said like that. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. What it is said in the Bible, 2 Corinthians chapter 6:3, you read there. What it is saying? You should show yourself as a minister to God in many things. In tribulation, in trials, in endurance, in many things. അല്ല പിടികിട്ടിയ? അപ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ തെളിയിക്കുമ്പോഴാണ് ശുശ്രൂഷകരാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ചിലവർ പറയുന്നത് ഒന്നും നടക്കുന്നില്ലെന്ന് പറയുന്നത്? സർട്ടിഫിക്കറ്റ് കാണിക്കുന്നില്ല ദൈവത്തിന്. യു ഷോ ഗോഡ് ഐ ആം എ മിനിസ്റ്റർ. ദൈവത്തിന് കാണിച്ചു കൊടുക്കുക ഞാൻ ഒരു ശുശ്രൂഷ, ഉടനെ ദൈവം എടുത്ത് പ്രൊമോഷൻ ചെയ്യും. ഫലം പിടികിട്ടിയ? Why you are here? Because you are called for a ministry, and what you have to do, you have to show your certificate. I am qualified to do your ministry. നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നത് വിശ്വാസിയായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളിവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ വിടുതൽ കിട്ടാത്തത്? ദൈവത്തിന് കാണിച്ചു കൊടുക്കുക, ദാ ഞാൻ ശുശ്രൂഷകനായിട്ട് യോഗ്യനായി എന്ന്. അതിൽ 2 Corinthians 6 ഒന്നും കൂടെ വായിച്ചേ. So you have to show God, you have to show people, you have to show your neighbors, you have to show the believers in the church that you are qualified to do the ministry. സഭയിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഞാൻ താങ്കളുടെ ശുശ്രൂഷയ്ക്ക് യോഗ്യനാണ്. അവര് ആക്ഷേപം പറയാൻ പാടില്ല. When I took baptism, I was observing all these things diligently. ഞാൻ സ്നാനപ്പെട്ട ശേഷം ഞാൻ ഇതൊക്കെയാണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, ആക്ഷേപം വരാതിരിക്കാൻ. ആക്ഷേപം വന്നാൽ പോയി. We can make money, but if we become blame, we cannot do the ministry. നമുക്ക് വേറെ എന്ത് കാര്യങ്ങളും ചെയ്യാം, പക്ഷേ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ കിട്ടത്തില്ല. പല പിടികിട്ടിയ? പൈസ ഇല്ലെങ്കിൽ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ജോലി പോയാൽ എങ്ങനെയെങ്കിലും ജോലി വല്ലവരുടെയും കാല് പിടിച്ചെങ്കിലും ജോലിയിൽ കയറും. ഇതിനത് പറ്റത്തില്ല.
ഇത് യേശുവിന്റെ കാല് പിടിച്ചൊന്നും പറ്റത്തില്ല. വാട്ട് ഈസ് 2 Timothy chapter